പ്രകമ്പനം മൂവി. അതിന്റെ ഡയറക്ടർ വിജേഷ് പനത്തൂർ, റിട്ടൺ ബൈ ശ്രീഹരി വടക്കൻ, പ്രൊഡ്യൂസേഴ്സ് ശ്രീജിത്ത് കെഎസ്, കാർത്തികേയൻ എസ്, സുധീഷ് എൻ. ഇതിന്റെ ഛായാഗ്രഹണം ആൽബി ആന്റണി, എഡിറ്റിംഗ് സൂരജ് ജി എസ്, മ്യൂസിക് ബിപിൻ അശോക് ശങ്കർ ശർമ്മ. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന നായകന്മാര് ഗണപതി, സാഗർ സൂര്യ ആണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ അമീൻ ഉണ്ട്, നമ്മുടെ എന്താ പറയുക കുഡൂസ് മീഡിയയിലെ അമീൻ ഉണ്ട്. അതേപോലെ കലാഭൻ നവാസ്, മരിച്ചുപോയ കലാഭൻ നവാസ് നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അസീസ് നെടുമങ്ങാട്, നമ്മുടെ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ അമ്മ. അങ്ങനെ പിന്നെ അതേപോലെ എടുത്തു പറയാനുള്ളത് നമ്മുടെ പല്ലി എന്നൊരു ഇതുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ പല്ലി, അതിലെ സനേഷ് ഗിന്നസ് പുള്ളി. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കിടിലം പടം. ഏതൊരു വ്യക്തിക്കും ഒന്നൊരു 2.5 മണിക്കൂർ ചിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ തിയേറ്ററിലേക്ക് വിട്ടോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഈ 2.5 മണിക്കൂർ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു അടിപൊളി സ്റ്റോറിയും അതേപോലെ എല്ലാം സൂപ്പർ. ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്തൊരു ഫിലിം. ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് സാഗർ സൂര്യ. 2 നായകന്മാരാണ്, സാഗർ സൂര്യ അതേപോലെ ഗണപതിയും. ഗണപതിനൊക്കെ കടത്തി വിട്ടിട്ട് സാഗർ സൂര്യന്റെ പെർഫോമൻസ് ആണ്. കുറച്ചുകൂടെ കൂടുതൽ റോൾ ഉള്ളത് സാഗർ സൂര്യക്കാണ്. അപ്പോൾ അതേപോലെ എടുത്തു പറയാനുള്ളത് നമ്മുടെ സനേഷ് ഗിന്നസ്. പുള്ളി വരുന്ന ഓരോ സീനിലുണ്ടല്ലോ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പെന്ന് പറയട്ടെ. ഈ കണ്ണൂർ സ്ലാങ് വെച്ചിട്ട് പുള്ളി കുറെ നമ്പേഴ്സ് ഇറക്കുന്നുണ്ട്. പല്ലിയിലുള്ള പോലെ തന്നെ കിഡിലൻ ആക്ടർ. പുള്ളിനെ കുറിച്ച് ഒന്നും പറയാനില്ല. സാഗർ സൂര്യ പിന്നെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച ഒരാളാന്ന് വിചാരിക്കും. പക്ഷെ സനേഷ് ഗിന്നസ് ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിനകത്ത് അതേപോലെ BGM ഉണ്ടല്ലോ, BGM എല്ലാം ഒരു ഹൊറർ ടച്ചുള്ള മൂവി ആയതുകൊണ്ട് നല്ലോണം BGM നമുക്ക് കണക്ട് ആയി വരുന്നുണ്ട്. 2.5 മണിക്കൂർ നിങ്ങൾ ചിരിക്കാനാണെങ്കിൽ ധൈര്യമായി എടുത്ത ഒന്നും നോക്കണ്ട. സ്റ്റാറിങ്ങിനൊന്നും നിങ്ങൾ നോക്കണ്ട. മമ്മൂട്ടി മോഹൻലാലും പോലത്തെ ആക്ടേഴ്സ് ഒന്നല്ല. സാഗർ സൂര്യയും ഗണപതി ഒക്കെയാണ്, ഒന്നും നിങ്ങൾ നോക്കണ്ട. കണ്ണും പൂട്ടി നിങ്ങൾ തിയേറ്ററിലേക്ക് കയറിക്കും, നിങ്ങൾക്ക് പൈസ വസൂലാണ്. അത്രയ്ക്ക് ചിരിച്ചു. നമുക്കൊരു ഫിലിം ഇഷ്ടപ്പെടാൻ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ നിന്ന് അത് പോകുന്ന സമയം അറിയില്ല. അതാണ് ഒരു സിനിമയുടെ വിജയം. അത് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാ സീനും വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് നായിക പറഞ്ഞത് ശീതൽ ജോസഫ്, അവളും ഓവറോൾ എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയാണ്. അമീനുണ്ട്, അമീന്റെ പെർഫോമൻസ് മോശമൊന്നുമില്ല. പിന്നെ മരിച്ചുപോയ നമ്മുടെ കലാഭൻ നവാസ്, പുള്ളി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പുള്ളി കുറച്ച് സീനിലുള്ളെങ്കിൽ പോലും. അതേപോലെ അസീസ് നെടുമങ്ങാടിനൊക്കെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, കിണ്ണം കാഴ്ച പടം. പടത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് പോലും എനിക്ക് പറയാനില്ല. കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും കണ്ണും പൂട്ടി തിയേറ്ററിൽ കയറാൻ പറ്റുന്ന ഒരു പടമാണ്. എങ്ങനെ ഇത് എടുത്തുന്നുള്ളതാണ്. ഇതിന്റെ ഡയറക്ടർ വിജേഷ് പനത്തൂർ. പുള്ളി വേറെ ഫിലിം ചെയ്തൊക്കെ ഒന്നും എനിക്കറിയാം കേട്ടോ. പുള്ളി വേറെ ഫിലിം ചെയ്തിട്ടൊന്നും, പക്ഷേ പുള്ളിന്റെ മേക്കിംഗ് ഉണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല.